Hi friends, ഞാൻ അമിത. ഞാൻ നയന. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് കാണാനായി മുകളിലുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഉപയോഗപ്രദമായ ഒരു ഉപകരണമാണ്. ഇലക്ട്രിക് ഡിമോളിഷൻ ഹാമറിനെ കുറിച്ചാണ്. ഇലക്ട്രിക് ഡിമോളിഷൻ ഹാമർ അൺബോക്സിംഗ് ആണ്. കോൺക്രീറ്റ് കടുപ്പമുള്ള കല്ലുകളൊക്കെ നമ്മൾ വളരെ വെയിറ്റ് കൂടിയതായ ചുറ്റിക ഹാമറൊക്കെ ഉപയോഗിച്ചാണ് നമ്മളത് പൊട്ടിച്ച് കളയാറ്. അപ്പോൾ നമ്മൾ ഒത്തിരി ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ടതും വരും. പക്ഷേ ഇത് നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ തന്നെയാണിത്. നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു ഐബെല്ലിൻ്റെ തന്നെ ഒരു ഗ്ലൗസ് ആണ്. അത് നമ്മൾ ഇത് ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായതുകൊണ്ട് നമ്മൾ കൈയൊക്കെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ 2 ഗ്ലൗസും ഉണ്ട്. പിന്നെ കൂടാതെ അതിന് ഉപയോഗിക്കാൻ പറ്റിയ മറ്റേ 2 ബിറ്റുകൾ കാര്യങ്ങളുണ്ട്. 2 ബിറ്റ് ഉണ്ട് അതിന് ഉപയോഗിക്കാൻ പറ്റിയ 2 ബിറ്റ്. നമുക്കത് കൂടാണ്ട് വേറൊരു ബിറ്റും കൂടി ഉണ്ട്. കടുപ്പമുള്ള കോൺക്രീറ്റും കല്ലും ഈ ബിറ്റ് ഉപയോഗിച്ചാണ് പൊട്ടിക്കാറ്. ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ബിറ്റാണ് സാധാരണ ഉപയോഗിക്കേണ്ടത്. ഇത് ബിറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആ ലോക്ക് വരാൻ പാകത്തിന് തന്നെ ഇടണം. കണ്ടോ, ഇതുപോലെ ഇട്ടാലാണ് നമുക്കത് ആ ലോക്ക്. എന്നിട്ട് നേരെ മേളിലോട്ട് വലിച്ചിട്ട് വിട്ട് കറക്റ്റ് ലോക്കായി. ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവർക്കും റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നവർക്കും ഇത് നമുക്ക് ഏത് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇതിൻ്റെ ഈ അഡീഷണൽ ഹാൻഡിൽ നമുക്ക് എക്സ്ട്രാ എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. അപ്പോൾ നമുക്ക് ഏത് ഹാൻഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് 220 വോൾട്ടാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 1900 BPM ആണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ഫോഴ്സ് 45 ജൂളാണ്. ഇതിൻ്റെ ആക്സിലേറ്ററാണ്. അപ്പോൾ ഈ ആക്സിലേറ്റർ നമ്മൾ ഒത്തിരി പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മേളിൽ ആ ചെറിയ ലോക്ക് ഉണ്ടാകും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട. അത് തന്നെ ഇങ്ങനെ ലോക്കായിട്ട് നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതൊന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമ്മൾ ചക്കിലോ നമ്മൾ അല്ലെങ്കിൽ ബിറ്റ് യൂസ് ചെയ്യുന്ന ചക്കിൻ്റെ അകത്ത് നമ്മൾ ഗ്രീസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളത് ഈ മെഷീന് സാധനം ഗ്രീസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് സെപ്പറേറ്റ് ഓയിൽ തന്നെ ഓട്ടോമാറ്റിക് ആ വൈബ്രേഷൻ ചെയ്യുമ്പോൾ ലൂബ്രിക്കേഷൻ ആവശ്യമായ ഓയിൽ ഈ മെഷീന് തന്നെ ഇറങ്ങി വരുന്നതാണ്. പിന്നെ നമ്മൾ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുക. ഓയിൽ അതായത് ഗ്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഓയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓയിൽ തീരുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഓയിലാണ് നേരെ ഈ ബിറ്റിനടുത്തേക്ക് പോകുന്നത്. വൈബ്രേഷൻ ചെയ്യുന്നവരും ബിറ്റിനകത്തേക്ക് ഓയിൽ തന്നെ ഇറങ്ങില്ല. അപ്പോൾ ആ ഓയിൽ തീരുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയിൽ. ഇതിൻ്റെ കേസ് നിർമ്മിച്ചിരിക്കുന്നത് നേർത്ത അലുമിനിയം കൊണ്ടാണ്. ഇതിൻ്റെ വെയിറ്റ് 21.5 കിലോ. മെഷീൻ്റെ ഉപയോഗക്രമങ്ങളും ഇതിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം ഈ നോട്ടിൽ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ ഈ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരുമാതിരി എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
ഹാമർ കൊണ്ട് ഈ റോക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? അടുത്ത വീഡിയോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക്